ഇതുവരെ ഒരു സ്വതന്ത്ര രാഷ്ട്രീയ സംവിധാനത്തിന്റെ ഭാഗമായിരുന്ന PC ജോർജ് ഇന്നൊരു ദേശീയ പാർട്ടിയിലെത്തിയിരിക്കുകയാണ്. BJP ദേശീയ നേതൃത്വത്തിൽ നിന്ന് PC ജോർജ് അംഗത്വം സ്വീകരിച്ചിരിക്കുന്നു. എന്താണ് BJPയിൽ PC ജോർജിന്റെ ദൗത്യം? നമുക്ക് ഒപ്പം PC ജോർജ് ഉണ്ട്, നമുക്ക് ചോദിച്ചറിയാം. എന്താണ് PC അങ്ങയുടെ ഒരു ദൗത്യം BJPയിൽ? എൻ്റെ ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ വളരെ സ്നേഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിൽ LDF ഉം UDF ആണ് മാറി ഭരിക്കുകയാണ്. BJP അവിടെ മക്കണ്ട് തുറക്കാൻ പോലും സമ്മതിക്കുക. എന്താ രണ്ടും ഒന്നിക്കും അന്നേരം പിണറായിയും കോൺഗ്രസുമായിട്ട് രണ്ടായിട്ട് നിൽക്കും, സമയമാകുമ്പോൾ രണ്ടും കൂടെ ഒന്നിക്കും. എന്നിട്ട് BJP വരാതിരിക്കുക. ഇങ്ങനെ ഇത് കേരളം കൊള്ളയടിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. ഈ രണ്ടും കൂട്ടരും കൊള്ളയടിക്കുക. അതൊക്കെ ഇപ്പോൾ വരും ദിവസങ്ങൾ തെളിയിക്കപ്പെടാൻ പോവുക. ഈ കൊള്ളയ്ക്കകത്ത് ഇതിനെതിരായിട്ട് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ നമ്മൾ കാണേണ്ട കാര്യം, മോദി എന്ന് പറയുന്ന അതുല്യ പ്രതിഭ പ്രയോഗിക്കാൻ പറ്റുമോ? മോദിജി ഒരു സത്യത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്ന് പറയുന്നത് ഒരു ഭാരതീയനും അഭിമാനമാണ്. ലോകരാഷ്ട്രത്തിന് മുമ്പിൽ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഭാരതത്തെ മാറ്റിയവനാണ് മോദിജി. ആ മോദിജിയുടെ പാർട്ടിയെ ഇവിടെ വരാൻ സമ്മതിക്കാനെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നേട്ടം നമുക്ക് കിട്ടുമെന്ന് നോക്കണ്ടേ? സമ്മതിക്കല. സത്യത്തിൽ ഈ തൊഴിലുറപ്പ് പദ്ധതി പോലും കാശ് കൊടുക്കുന്ന കേന്ദ്രമാണ്. ആർക്കറിയാം? അതെല്ലാം പിണറായി കൊടുക്കുന്ന, അല്ലെ കോൺഗ്രസ് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെ സംരക്ഷിക്കാൻ അവർ തയ്യാറാണ്. അപ്പോൾ അങ്ങനെ നീങ്ങുന്ന ഈ ഒരു സാഹചര്യത്തിൽ BJPയിൽ നേരിട്ട് ചേരുക നല്ലത്. എന്തിനാ ഈ ഏച്ച് കെട്ടിപ്പോകുന്നു? ഏച്ച് കെട്ടിപ്പോയിട്ട് ഒരു ഗുണമില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ 2015 മുതൽ ഒരു മുന്നണിയായിട്ട് ബന്ധമില്ലാതെ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നവരാണ്. 16-ലെ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. അല്ല, ഒരു മുന്നണിയായിട്ട് ഒരു ബന്ധമില്ല. അത് പലരും പറയുന്നത് മാറി ഞാൻ മാറി ഒരു മുന്നണിയും ചേർന്നില്ല. ഒരു മുന്നണി സ്ഥാനമാനത്തിന് വേണ്ടി ഒന്നും മിണ്ടിയില്ല. VS അച്യുതാനന്ദൻ്റെ കാലത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ട മന്ത്രിയാകാൻ വേണ്ടെന്ന് പറഞ്ഞോണേ വേണയാകാമായിരുന്നല്ലോ. പിണറായിക്ക് ആ വൈരാഗ്യമാണ്, VSൻ്റെ ആളാണെന്ന് പറഞ്ഞ് അയാളുടെ ശത്രുത. അപ്പോൾ പിന്നെ കോൺഗ്രസുമായിട്ട് സഹകരിച്ച് നോക്കുമ്പോൾ കോൺഗ്രസിനകത്ത് വന്ന് എനിക്ക് മാണിയും കോൺഗ്രസും എല്ലാം കൂട്ടയടി. എനിക്ക് ഈ അടി മഴക്കുണ്ടാക്കാൻ നേരമില്ല. അവിടെ ഉമ്മൻചാണ്ടി ഇപ്പോൾ ജീവിക്കുന്ന കുഞ്ഞാലിക്കുട്ടിയുണ്ടല്ലോ, രമേശ് ചെന്നിത്തല, ഇവരെല്ലാം കൂടെ വന്ന് മാണിയോടും ജോസഫോടും പറഞ്ഞ് ഓരോടെ 3 മന്ത്രിസ്ഥാനം ഇത് ആകാൻ പറഞ്ഞു. ജോസഫ് നിർബന്ധിച്ച് 2 മന്ത്രിസ്ഥാനം മതി. ഞാൻ പറഞ്ഞു എൻ്റെ പാർട്ടിയിൽ 2 മന്ത്രിസ്ഥാനം എനിക്ക് ആവശ്യമില്ലെന്ന്. ഉമ്മൻചാണ്ടി മാത്രമല്ല, കുഞ്ഞാലി വളരെ നിർബന്ധമായി പറഞ്ഞു. പാണക്കാട് തങ്ങൾ പോലും പറഞ്ഞു ജോറിനെ കൂടെ മന്ത്രിയാക്കി ഒരു മര്യാദയാണ്. അപ്പോൾ എൻ്റെ പാർട്ടി പറഞ്ഞു വേണ്ട. ഞാൻ വഴക്കുണ്ടാക്കിയില്ലല്ലോ. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ ജീവിക്കുന്ന ബോധ്യപ്പെടുന്നതാണ് ഈ കാര്യം. ഈ കേന്ദ്ര നേതൃത്വത്തോട്ട് സംസാരിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ റബ്ബർ അടക്കമുള്ള വിഷയങ്ങൾ താങ്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. റബ്ബർ വില വർദ്ധിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുമെന്നൊരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ? റബ്ബർ വില വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ല അതിനകത്തുള്ള പ്രശ്നം. അത് നമ്മൾ പഠിക്കാത്തതുകൊണ്ടാണ്. ഇവിടെ ഞാൻ പഴയ കേരള സംസ്കാരമുള്ളവർ റബ്ബർ വില വർദ്ധിപ്പിക്കുന്നത്. റബ്ബറിൻ്റെ വില ഇപ്പോൾ 170 രൂപയാണ് കിലോയ്ക്ക് നമ്മുടെ മിനിമം സപ്പോർട്ട് പ്രൈസ് ആയിട്ട്. അത് വർദ്ധിപ്പിക്കുക എന്നാണ് പ്രശ്നം. അത് വർദ്ധിപ്പിക്കുന്നതിനെ പറ്റിയാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. പക്ഷേ മിനിമം വില എന്ന് പറയുന്നത് നമ്മുടെ അന്താരാഷ്ട്ര വിലയായിട്ട് നോക്കുന്നത് നമ്മൾ വളരെ മുകളിലാണ് നിൽക്കുന്നത് റബ്ബറിൻ്റെ വില. അവിടെ കൃഷിക്കാരന് എന്ത് ആനുകൂല്യം കൊടുത്തുകൊണ്ട് അവനെ റബ്ബർ കൃഷി നിലനിർത്താം, അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് ചർച്ച ചെയ്യുന്നത് പീയൂഷ് ഗോയലോട്ട് വളരെ വിശദമായിട്ട് സംസാരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട മന്ത്രി മുരളീധരനെയും വേറെ ഒരു മന്ത്രിയായിട്ട് നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ, പ്രഗത്ഭനായിട്ടു രാജീവ് ചന്ദ്രശേഖരനെയും കഴിഞ്ഞിട്ട് ഷോണിനെയും കൂടെ പീയൂഷ് ഗോയൽ തന്നെ ജോയിന്റ് സെക്രട്ടറി അടുത്ത് വിളിച്ചിട്ട് ഇവരെ മുഴുവൻ 1 മണിക്കൂറിനകം റബ്ബറുമായിട്ട് ബന്ധ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ വേണം. ഈ 3 പേരെ ഞാൻ അങ്ങോട്ട് അയക്കുന്നു. 2 മന്ത്രിമാരെ ഷോണിനെയും അവരുമായിട്ട് ആലോചിച്ചൊരു പ്രപ്പോസൽ കൊണ്ടുവന്നത് എന്താണ് അതേപടി ഒപ്പിട്ട് കൊടുത്തതെന്ന് ചോദിച്ചിട്ട് അവർ പോയി സംസാരിച്ചിട്ട് വന്നിട്ട് ആ പ്രപ്പോസൽ നമുക്ക് സമർപ്പിക്കാം. PCയുടെ വരവോടെ ജനങ്ങൾക്ക് ഗുണമുണ്ടാകുമെന്നാണ് പറഞ്ഞു. അല്ല, പിന്നെ ഞാനിതിനകത്ത് ഈ BJP ചേർന്ന കാര്യം എനിക്കെന്താ? ഞാൻ BJP ചേർന്നാൽ BJPക്ക് ഗുണമുണ്ടാകുന്ന പോലെ തന്നെ ജനങ്ങൾ ഗുണമുണ്ടാകും. ജനങ്ങൾ ഗുണമുണ്ടാകാതെ BJP ഗുണമുണ്ടാകുന്നതുകൊണ്ട് എന്താ? BJP ഒരു ജനകീയ പാർട്ടി എന്നതിൽ ജനങ്ങൾ ഗുണമുണ്ടായാലേ BJP ഗുണമുണ്ടാവും. ഏതായാലും വലിയൊരു മാറ്റത്തിന് വേദിയാകും. കാരണം ധൈര്യമായിട്ടുണ്ട്. ഒരു 2 കൊല്ലം മുമ്പ് ഈ BJPയോട് സഹകരിക്കാനുള്ള നടപടി സ്വീകരിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക്
പട്ടിണി മരണത്തിൽ നിന്ന് ഒരു 10-20 മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഈ PC പറഞ്ഞു വരുന്നതനുസരിച്ച് ഒരു കാര്യം കൂടി വായിക്കേണ്ടി വരും. കാരണം ഇതുവരെ ഉണ്ടായിരുന്ന BJPയുടെ സംസ്ഥാന നേതൃത്വമൊന്നും വേണ്ട വിധത്തിൽ ഇടപെട്ടിരുന്നെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാവുന്നതായിരുന്നു. അതല്ല അതിനകത്തുള്ള പ്രശ്നം. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് എന്താണെന്ന് പരിശോധിക്കണ്ടേ? ഇവിടെ പ്രതിപക്ഷം എപ്പോഴും ഭരണകക്ഷി ഒരുമിച്ച് നിന്നുകൊണ്ട് BJP ആക്രമിക്കുകയാണ്. ആക്രമിക്കുന്ന സാഹചര്യമൊന്നും അവരിങ്ങോട്ട് നോക്കാനേ പോയില്ല. അവർക്ക് തലക്ക് കീർക്കുണ്ടോ? അവർക്ക് വഴക്കുണ്ടാക്കാൻ പറയും. എന്നിട്ടും മോദിജി ഈയിടെ വന്ന് 4000 കോടി രൂപ കൊടുത്തത് നമ്മുടെ കപ്പൽ നിർമ്മാണ ശാലയ്ക്ക്. ഇവിടെ തന്നെ ഇവിടുത്തെ നാഷണൽ ഹൈവേ അതിന് എത്ര 1000 കോടി രൂപ കൊടുക്കുന്നു? അതൊന്നും കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം ഞാൻ ഉണ്ടാക്കുന്നതെന്നല്ലേ പിണറായി പറഞ്ഞു. അയാളെല്ലാം ഉണ്ടാക്കുന്നത്. പക്ഷെ അതിലും പ്രചരണം നടത്തിയത് ഞങ്ങളുടേതാണ്, കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് എന്ന് പറയാൻ BJPയുടെ സംസ്ഥാന നേതൃത്വം അത്തരം വലിയൊരു പ്രചരണം നടത്തിയില്ല എന്നൊരു കുറവ് കൂടിയില്ല. എല്ലാവരും അവഗണിക്കുന്ന നിലയിലായിരുന്നു. അത് മാറ്റാൻ സുരേന്ദ്രൻ എന്നാണ് ആ സുരേന്ദ്രൻ ഇപ്പോൾ വളരെ ശക്തമായിട്ട് ഇറങ്ങി കാസർഗോഡ് മുതൽ ജാഥ ഇട്ടിരിക്കുക. ആ ജാഥ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് BJPയുടെ ശക്തി BJP എന്താണെന്ന് മനസ്സിലാവും. അതിനനുസരിച്ചുള്ള ശക്തി BJPക്ക് ഉണ്ടാവും. മുഴുവൻ നേതാക്കളും BJPയുടെ മുഴുവൻ നേതാക്കന്മാരും ഫീൽഡിൽ വന്നിട്ടുണ്ട്. ഇവർക്ക് പറ്റിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ 2 പേരും LDP UDP ചേർന്ന് തകർക്കല്ലേ. മുഴുവൻ പത്രങ്ങളും പറയും. ഒരു പത്രം പോലും BJPയുടെ വാർത്ത പോലും ഇടാത്തവരും അങ്ങനെ വലിയ ഗതികേടുണ്ടായിരുന്നു. നമ്മൾ നിശ്ചയിച്ചിട്ട് കാര്യമില്ല. അത് മുഴുവൻ മാറ്റാൻ കഴിയുന്ന സാഹചര്യം ഇപ്പോൾ സൃഷ്ടിക്കാൻ വന്നത്. ഈ PC നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ LDFും UDFും വളരെ എളുപ്പത്തിൽ BJPയെ തോൽപ്പിക്കുന്നു എന്നുള്ളതാണ് ഒരു ചരിത്രം. PC നേരത്തെ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി 5 സീറ്റ് വരെ BJPക്ക് ലഭിക്കാം എന്ന്. പക്ഷെ അതെങ്ങനെയാണ്? കാരണം ഇവിടെ LDFോ UDFോ വിചാരിച്ചാൽ തകർക്കാനാവുന്ന ഒരു സംവിധാനം മാത്രമാണ് BJP എന്നുള്ളതാണ് ചരിത്രം. PC വന്നതുകൊണ്ട് മാത്രം അതിൽ എന്ത് മാറ്റം ഉണ്ടാകാനാണ്? ഞാൻ വന്നതുകൊണ്ട് മാത്രമല്ല, ഇവിടുത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും സത്യം മനസ്സിലാക്കി കഴിഞ്ഞു. ഇവിടെ പിണറായി കുടുംബം നടത്തുന്ന കൊള്ള പിടിച്ചുപറി എത്ര വലുതാണ് എന്ന് ജനം മനസ്സിലാക്കി കഴിഞ്ഞു. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വിട്ട് ഓടി ഒളിക്കുക. യഥാർത്ഥ കോൺഗ്രസ്സുകാരോ അനങ്ങാൻ കഴിയാത്ത CPMൻ്റെ ഒരു B ടീമായിട്ട് ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം. ഇങ്ങനെ കോൺഗ്രസ് പോയിട്ട് കാര്യമുണ്ടോ? അതിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെ വികാരം എത്ര വലുതാണെന്നറിയോ? ഞാൻ ഇന്നലെ ഇവിടെ വന്നു കയറിപ്പോൾ എന്നെ ഏറ്റവും ആദ്യം വിളിച്ച് അഭിനന്ദിച്ച കോൺഗ്രസിൽ ഏറ്റവും വലിയ കേരളത്തിലെ നേതാവ് എന്നെ വിളിച്ചത്. അത് പറയാൻ പറ്റുമോ? അത് മര്യാദയല്ലേ കാണിക്കുന്നത്. അത് മാത്രമോ ഈ നിയമനത്തിലുള്ള കോൺഗ്രസിൽ എത്ര നേതാക്കന്മാരുണ്ട്? താങ്കളുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ഒരു നേതാവ് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല എന്നെ വിളിച്ചില്ല. അങ്ങേരെ കുറ്റപ്പെടുത്തണ്ട. ഇനി അങ്ങേരെ കൊല്ലാൻ നടക്കണ്ട. അങ്ങനെയല്ല ഞാൻ പറഞ്ഞു, വളരെ അടുപ്പം. എന്തിന് ഈ നിയോജകം പൂഞ്ഞാർ ഇപ്പം എൻ്റെ ഫോൺ എടുത്ത് നോക്കാണ് പലരുടെയും പേര് ഇതിനകത്ത്. കോൺഗ്രസ് വലിയ നേതാക്കന്മാരാണ് വിളിച്ചത്. എനിക്കൊരു മടിയില്ല. അവർ പേര് പറയുന്ന മര്യാദയല്ല. അത് മേല് ഒരാൾക്ക് എന്നെ വിളിക്കാൻ പറ്റും, രഹസ്യം പറയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറയാം. ഈ PC ജോർജ് മുന്നണിയിൽ എത്തിയാൽ BJP ലക്ഷ്യമിടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കുറേ കാലമായി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രൈസ്തവ വോട്ടുകൾ കൂടി BJPയിലേക്ക് എത്തിയാൽ BJPക്ക് കേരളത്തിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന്. ഇപ്പോൾ PC തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പല സഭാ ബിഷപ്പുമാരുമായിട്ടും കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഈ തീരുമാനം. സ്വാഭാവികമായും നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത് അവർ നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ളതിനപ്പുറത്തേക്ക് വോട്ടിൽ അതെങ്ങനെ പ്രതിഫലിക്കും? ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്നത് മുഴുവൻ മഠയന്മാരാണെന്നാരും കരുതണ്ട. ആ പാവങ്ങളെ കുറേ ആളുകളായി LDP UDP കൂടെ വഞ്ചിച്ച് വിട്ട് ചെയ്യുക. അവർ മനസ്സിലാക്കിയിട്ടുണ്ടല്ല. ഞാൻ നമ്മുടെ ബിഷപ്പുമാരെയും ഇത് പ്രത്യേകിച്ച് പറ്റി പറയില്ല, എല്ലാവരെയും അല്ലെങ്കിലും വളരെ പ്രമുഖരായ പിതാക്കന്മാരെ മുഴുവൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ആ മനസ്സിലാക്കി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെയും കൂടെ അനുവാദം വിജയിപ്പിച്ചാലല്ല ഞാൻ ഇങ്ങനെ പോവുകയാണെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു വിട്ടു. ഏറ്റവും സഭയുടെ വലിയ ആൾ അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞു. അദ്ദേഹം എൻ്റെ തലയെ കൈവച്ച് അനുഗ്രഹിച്ചു. വേഗം ചേരി ജോർജെ, ദൈവം അനുഗ്രഹിക്കട്ടെ. മനസ്സിലായില്ലേ? പേര് പറയണ്ടല്ലോ. മനസ്സിലായി. പക്ഷേ ഇത് വോട്ടായി മാറുമോ എന്നാണ് എന്റെ ചോദ്യം. അത് അടുത്ത ഇലക്ഷൻ നിങ്ങൾ കണ്ടു കാണിച്ചു തരാം. പക്ഷെ കഴിഞ്ഞ തവണ PC ജോർജ് ഈരാറ്റുപേട്ടയിൽ മത്സരിക്കുമ്പോൾ മുസ്ലിം വിഭാഗത്തിന് ഈരാറ്റുപേട്ടയിലെ വോട്ട് വേണ്ട എന്ന് പറയുമ്പോൾ താങ്കൾ പ്രതീക്ഷിച്ചിരുന്നത് ഇതിനപ്പുറത്തുള്ള ഒരു ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകളാണ്. BJP വോട്ടുകളും ഏതാണ്ട് കിട്ടി. MP സെന്നിന് 3000-ൽ താഴെ വോട്ടുകൾ മാത്രമാണ് കിട്ടിയത്. പക്ഷെ അതുണ്ടായിട്ട് പോലും അപ്പുറത്തൊരു ധ്രുവീകരണം ഉദ്ദേശിച്ചതുപോലെ നടന്നില്ല എന്നുള്ളതല്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. പാവപ്പെട്ട മുസ്ലിം കമ്മ്യൂണിറ്റിയെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ച്, മനസ്സിലായില്ലേ? തെറ്റിദ്ധരിപ്പിച്ചത് മാത്രം വളരെ മോശമായി. ഞാൻ നിങ്ങൾ തന്നെ പറഞ്ഞില്ല ഞാൻ വോട്ട് വേണ്ടെന്ന്. ഞാൻ ഒരിടത്തും പറയില്ല വോട്ട് വേണ്ടെന്ന്. എന്നെ തെറി പറഞ്ഞവന്മാർ നിന്റെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞത് ശരിയാണ്. അപ്പം നിങ്ങളെല്ലാം കൂടെ PC വെട്ടലെ മുസ്ലിം വോട്ട് വേണ്ടെന്ന് പറഞ്ഞാക്കി.
അവന്മാർ കുറെ വൃത്തികെട്ടന്മാർ അത് തന്നെ സോഷ്യൽ മീഡിയയിൽ അങ്ങ് പറയും. അങ്ങനെ ഒരു നിലപാടില്ല. മുസ്ലിം വോട്ട് അങ്ങനെ വേണ്ട. വോട്ട് വേണമെന്ന് പറയുമ്പോൾ ലോകത്ത് ഏതെങ്കിലും പൊട്ടം പറയൂ, മുതുപൊട്ടൻ ഒരു വിവരമില്ലാത്ത പോലും പറയും വോട്ട് വേണം സ്ഥാനാർത്ഥിയാന്ന്. അതൊക്കെ കളിയുടെ ഭാഗമാണ്. ഈ മേഖല പറയാം. ആ കളിച്ചവരൊക്കെ എന്ത് ചെയ്യും? ഒരുത്തൻ ഹാർട്ട് അറ്റാക്ക് വന്ന് അജിത്തുണ്ടായി ആ കളി കളത്തിയെ. വേറൊരുത്തൻ വലിയ ഇമാമായിരുന്നു, ഇപ്പം അവന് കാക്കായി മാറി. എന്നാന്നറിയോ? പള്ളിയിൽ നിന്ന് ചാടിച്ചു വിട്ടു. അറിഞ്ഞോ? ഒക്കെ ഞാൻ പേരിച്ചു പറയാൻ 2 മാന്യന്മാരായി ഈ ഈരാറ്റുപേട്ട ജനങ്ങളെ കളിപ്പിച്ച് വഞ്ചിച്ചത്. ആ 2 അവന്മാരിൽ ഒരുത്തിന് ഹാർട്ട് അറ്റാക്ക് വന്നപ്പോൾ മര്യാദയായിട്ട് മിണ്ടായിരിക്കാൻ മേലായി. ഞാൻ ഹാർട്ട് അറ്റാക്ക് വന്നത് നല്ലതെന്നല്ല കേട്ടോ, ഞാൻ ദുഃഖിതനാണ്. ഒരുത്തിനും അസുഖം വരാൻ പാടില്ല, പക്ഷേ ദൈവനിശ്ചയം. മറ്റവൻ എന്ത് ചെയ്യും? വലിയ 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 ഉസ്താദായിട്ട് കിടന്നേ പള്ളിയിൽ ചാടിച്ചു വിട്ടു, ഇപ്പോൾ കാക്കായാവും. പക്ഷെ ഇതെല്ലാം പറഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായിട്ടൊരു മുസ്ലിം വിരോധം എന്ന അതിനെ നിലയിൽ മുസ്ലിം വിരോധമുണ്ട്. 2 കള്ളന്മാരെ പറ്റി കാര്യം പറയുന്നതിന് അതിനകത്ത് മുസ്ലിം വിരോധമാണ്. ഇവിടെ എത്രയോ മുസ്ലിങ്ങൾ എന്നെ കൊടുത്തിരിക്കുന്നു. പക്ഷെ ആ ഒരു വലിയ തെറ്റിദ്ധാരണ അവരൊരു വോട്ട് ബാങ്കായി മാറുകയും ആദ്യം ഞാൻ മാറ്റിക്കോളാം, ധൈര്യമായിട്ട് മാറിയിട്ടുണ്ട്, ഇനിയും മാറ്റിക്കോളാം. അതായത് ഈരാറ്റുപേട്ടയുടെ പിന്തുണ PC-ക്ക് തന്നെ വരും എന്ന് പറയുന്നില്ല. കാരണം ഈരാറ്റുപേട്ടയുടെ പിന്തുണ എന്നാ എനിക്കുണ്ടായിരുന്നു? 80 വന്ന് നിൽക്കുക ഞാൻ. 7 ലക്ഷം നിന്നില്ലേ എപ്പോഴാണ് കിട്ടിയത്? എനിക്ക് ഈരാറ്റുപേട്ട കിട്ടാവുന്ന 1710 വോട്ടാണ് ആ കിട്ടിയത്. വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. അതായത് കഴിഞ്ഞ തവണ തോറ്റത് അതുകൊണ്ട് ഈരാറ്റുപേട്ടയിലെ ആ വോട്ട് മാറ്റം കൊണ്ടല്ല, അത് വേറെ പ്രശ്നമുണ്ടായി. അതായത് കഴിഞ്ഞ തവണ ചെയ്തത് എന്താ വെച്ചാൽ മുസ്ലിം വോട്ടുകൾ 24,000 വോട്ടാണ്. അതിൽ ഒരു കുറച്ച് വോട്ട് എനിക്ക് കിട്ടി കാണും. ബാക്കി കൺസോളിഡേറ്റ് ചെയ്ത് ഒരാൾക്ക് മാത്രമായിട്ട് ചെയ്തു. മനസ്സിലായില്ല? അത് SDP പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു കളിയായിരുന്നു. ആ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കളിക്കകത്താ പറ്റിപ്പോയത്. അവർ ഇന്നടത്ത് മാത്രം അപ്പം സാധാരണ കോൺഗ്രസ് വോട്ട് ചെയ്യുന്നവർ പോലും കോൺഗ്രസ് ചെയ്ത് അപ്പുറം ചെയ്യും. അത് തലേദിവസം ഇവിടെ 2 ദിവസം ഇവിടെ ചർച്ച ചെയ്യാൻ ഈരാറ്റുപേട്ട SDP-യുടെ നേതൃത്വത്തിൽ. എന്നിട്ട് അവർ കോൺഗ്രസ് വോട്ട് കൊടുക്കുന്നതിനെ പറ്റി ആരും ചോദിച്ചു? നമ്മുടെ നിന്ന കോൺഗ്രസ് നേതാവ് കോട്ടയത്തുള്ള ചോദിച്ചു. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തോട് എത്ര ലക്ഷം രൂപ ചോദിച്ചു. അദ്ദേഹം ചോദിച്ചു. അത് കഴിഞ്ഞ് അന്നേരത്തേക്കിന് ജയിച്ച ആളെ വിളിച്ചു. അവൻ വോട്ട് കച്ചവടമാണ് നടന്നതെന്നാണ് പറയുന്നത്. എന്താ സംശയം? അത് ഞാൻ പറയണ്ട. കഴിഞ്ഞ തവണ നിന്ന് തോറ്റ കോൺഗ്രസ് നേതാവിന് ചോദിക്കുക. അദ്ദേഹം പറഞ്ഞു ചോദിച്ചു. കോട്ടയല്ലേ ഈ പറഞ്ഞു കേൾക്കുന്നത് PC ജോർജ് പത്തനംതിട്ടയിൽ NDA-യുടെ സ്ഥാനാർത്ഥിയാകും എന്നാണ്. ആര് പറഞ്ഞു കേൾക്കുന്നു? അതായത് താങ്കൾ തന്നെ നേരത്തെ കോട്ടയം പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഒരു കാര്യം, പത്തനംതിട്ടയിൽ ഈ അയ്യപ്പനുമായി ബന്ധപ്പെട്ട അത്തരം വിഷയങ്ങളിലൊക്കെ കാര്യമായി ഇടപെടുന്ന ഒരാൾ തന്നെ MP ആകണം എന്നാണ്. അതിനെ തുടർന്ന് പല വാർത്തകളും താങ്കൾ തന്നെ അത്തരം മത്സരത്തിലെത്തും. അതിനകത്ത് ഞാൻ പറഞ്ഞ കറക്റ്റാണ്. ഞാൻ ചോദിക്കട്ടെ, ശബരിമല എന്ന് പറഞ്ഞത് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ലോകത്തിൽ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ശബരിമല. ആ ശബരിമല ഉൾപ്പെട്ട പത്തനംതിട്ട പാർലമെൻറ്റ് നിയോജകമണ്ഡലം സ്വാഭാവികമായി ആ ശബരിമലയെ സംബന്ധിച്ച് പാർലമെൻറ്റ് ശക്തമായിട്ട് വാദിക്കാനുള്ള ബാധ്യത ഇവിടുത്തെ MP-ക്കില്ലേ? അത് മാത്രമാണോ? പത്തനംതിട്ട മാത്രമല്ലെന്നോ, പത്തനംതിട്ട എന്ന് അവിടുന്ന് ഒരു പിൽഗ്രിം ടൂറിസത്തിൻ്റെ പ്രാധാന്യം വലിയ ഇതാണ്. കേന്ദ്ര ഗവൺമെൻറ് വളരെ സപ്പോർട്ട് ചെയ്യുന്നത്. ചെയ്യാവുന്നൊരു കാര്യം എന്താ? ശബരിമല അവിടെ നിന്ന് ഇറങ്ങി ബാബര് പള്ളിയുണ്ട് എരുമേലി, അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളിയുണ്ട്, അവിടുന്ന് കാഞ്ഞിരപ്പള്ളി കത്തീഡ്രൽ പള്ളിയുണ്ട്, പിന്നെ ഹൈന്ദവ പ്രമുഖ ക്ഷേത്രങ്ങളുണ്ട്, പിന്നെ വാഗമണ്ണിൽ വരുമ്പോൾ നമ്മുടെ മുരുകമ്മലയുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ പറഞ്ഞാൽ മാത്രം പത്തനംതിട്ട ജയിക്കാൻ കഴിയുമോ? അല്ല, അത് പറഞ്ഞ് ജയിക്കാനല്ല, എനിക്ക് അങ്ങനെ ജയിക്കാൻ വേണ്ടി മറ്റേ വർത്താനം പറഞ്ഞ ഇടപാട് എനിക്കില്ല. അതുപോലെ തന്നെ വാഗമൺ കുരിശുമലയുണ്ട്, അതിനടുത്ത് അള്ളാപ്പാറയുണ്ട്. ഇതെല്ലാം തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു പിൽഗ്രിം ടൂറിസത്തിന് വേണ്ടി ഒരു 1000 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കണമെന്ന് ഞാൻ നിമിഷം അവർ അനുവദിക്കും. അതിന് പറയാൻ ആൾ വേണ്ടേ? മനസ്സിലായോ? PC പറഞ്ഞാൽ അനുവദിക്കും. ഞാൻ പറഞ്ഞ അനുവദിക്കുക എന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ MP-ക്ക് ഞാൻ പറഞ്ഞ അനുവദിക്കും, ഒരു സംശയം വേണ്ട. പത്തനംതിട്ടയിൽ അങ്ങനെ ഒരു MP ആകണം എന്നുള്ള ആഗ്രഹം താങ്കളെ സംബന്ധിച്ചുണ്ടോ? പ്രത്യേകിച്ച് ശബരിമല പോരാട്ടത്തിലൊക്കെ മുന്നിൽ നിന്ന ആളാണ് താങ്കൾ. ഈ പറയുന്ന ക്രൈറ്റീരിയ പ്രകാരം അതിൽ വെക്കാവുന്ന ഒരാളാണ് താങ്കൾ. അത് നിങ്ങൾ ഇഷ്ടം പോലെ നോക്കിയൊന്നും അത് ജനം തീരുമാനിക്കണം. ഞാനിപ്പം നിൽക്കും തീരുമാനിച്ചിട്ടില്ല. ഞാൻ ഇപ്പം BJP-യിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. BJP-ന്ന് നേതാവ് പറയുന്നത് PC പറയും പത്തനംതിട്ട നിൽക്കാൻ പോയി നിൽക്കും. ഞാൻ ഈ BJP ചേരുന്നതിനെ പറ്റി ആലോചിക്കുന്നത് 2013 മോദിയോടുള്ള ബഹുമാനം നിങ്ങൾക്കറിയാം. കോട്ടയത്ത് നിങ്ങളെല്ലാം ഉണ്ടല്ലോ, നിങ്ങളൊക്കെ പിള്ളേരാണ്. തീർച്ചയായും. അന്ന് മോദിയുടെ ഒരു 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 പ്രോഗ്രാം നടന്നു ഇന്ത്യ മുഴുവൻ. പിള്ളേരെ ബനിയൻ കൊടുത്ത് അതിൻ്റെ ഉദ്ഘാടനം ഞാനായിരുന്നു കോട്ടയത്ത്. ഓർമ്മയുണ്ടോ? അന്ന് അവിടെ വന്നപ്പം ഈ ഒരു കൊച്ചോടി വന്നൊരു ബനിയൻ തന്നതിനെ എനിക്ക് തരണമെന്ന് തോന്നി.
ഞാൻ ആ മെനിയെടുത്ത് കൊച്ചുകൊണ്ട് നോക്കിയ മോഡിയുടെ പരമാണ്. അന്നേ മോഡിയെ വരിച്ചു. അന്നേ മോഡിയായിട്ട് ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. 2013 ഇത് 24. ഒരു കാര്യം ചോദിക്കട്ടെ PC ജോർജ്, താങ്കൾ 5 മണ്ഡലത്തെ കുറിച്ച് പറയുമ്പോൾ പത്തനംതിട്ട NDA വിജയിക്കുമെന്ന് താങ്കൾക്ക് പറയാൻ പറ്റുമോ? താങ്കളുടെ ഒരു മണ്ഡലമാണ്, താങ്കൾ ജീവിക്കുന്ന ഒരു മണ്ഡലമാണ്. ഞാൻ ജീവിക്കുന്ന ഈ മണ്ഡലത്തിൽ BJPയുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ രാഷ്ട്രീയം കൊണ്ട് നടന്നിട്ട് തന്നെ കാര്യം കാണിച്ചു തരാം. പക്ഷെ കഴിഞ്ഞ തവണ PC ജോർജിന്റെ പിന്തുണ K സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. ശബരിമല വിഷയം ചാടിച്ചാടി പറയാൻ അങ്ങനെ വേണ്ടി വർത്താനം പറയും. അന്ന് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ BJP കാണാൻ പറ്റില്ല, തെറിയില്ല. BJPയുടെ പേര് പറഞ്ഞ ചാട്ടമായിരുന്നു. കാരണം ക്രിസ്ത്യാനിക്ക് ബോധം ഉണ്ടായി വന്ന പിന്നെ പതുക്കെയാണ്, അതാ പ്രശ്നം. പക്ഷേ ഇപ്പോഴും തൃശ്ശൂർ രൂപതയുടെ മുഖപത്രത്തിൽ എഴുതിയിരിക്കുന്നത് തൃശ്ശൂരിൽ വന്ന പ്രധാനമന്ത്രി മണിപ്പൂരിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയില്ല എന്നാണ് ഇന്നലെ വന്ന മുഖപ്രസംഗത്തിലും പറയുന്നത്, മുഖപത്രത്തിൽ വന്നിരിക്കുന്ന ലേഖനത്തിൽ പറയുന്നത്. ആ ലേഖനത്തെ അത് ഔദ്യോഗിക പത്രമല്ലെന്ന് ബിഷപ്പ് കഴിഞ്ഞ പ്രാവശ്യം ഒരു 2 മാസം മുമ്പ് പ്രസ്താവന ഇറക്കിയായിരുന്നല്ലോ. പിന്നെ അതിലൊന്നും കാര്യമില്ല. BJPയിലേക്ക് കാര്യമുണ്ടല്ലോ. മണിപ്പൂർ വിഷയം BJPയുടെ ഞാൻ ചോദിക്കട്ടെ, 100 ചില്ലാനും വർഷമായിട്ട് എല്ലാ വർഷവും 10-100 ചാകുക, മൈതൈകളും കൊക്കികളും. അത് മോദി 10 കൊല്ലമല്ലേ ഉള്ളൂ. അതിന് മുമ്പ് പ്രധാനമന്ത്രി ആയിരുന്നവർക്ക് ഉത്തരവാദിത്വമില്ലേ? ജവഹർലാൽ നെഹ്റു ഉത്തരവാദിത്വമില്ലേ? അതിന് വന്ന ശാസ്ത്രിക്ക് ഉത്തരവാദിത്വമില്ലേ? അതിന് വന്ന ഇന്ദിരാജിക്ക് ഉത്തരവാദിത്വമില്ലേ? പിന്നെ VP സിംഗിന് ഉത്തരവാദിത്വമില്ലേ? കാരണം 100 വർഷമെങ്കിലായിട്ടുണ്ട് ഈ ആക്രമണം അങ്ങോട്ടും കൊലപാതകം. അത് ഒരു വംശീയ കലാപമാണ്. അതിനകത്ത് അങ്ങനെ തമാശ കളിക്കാനൊന്നും പറ്റുകയില്ല. അതിനെപ്പറ്റി ഒരു അഭിപ്രായം മോദി പറഞ്ഞില്ല എന്ന് എഴുതിയ പത്രത്തിന് വിവരമില്ല. എന്താണെന്നറിയോ, മോദി ഇവിടെ വന്ന് അതിൽ ഏതെങ്കിലും ഒരു ഭാഗത്തിന് അനുകൂലമായിട്ട് പറയാമെന്ന് പറഞ്ഞാൽ അതിന് ഇപ്പോഴത്തെ 100 ഇരട്ടി കലാപം വീണ്ടും ഉണ്ടാവും. ഒരു കാര്യമുണ്ടെങ്കിൽ മിണ്ടാതിരുന്ന പ്രശ്നം സമാധാനമായി തീർക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുക. രണ്ടിടത്തോടും മിണ്ടാൻ പറ്റുകയില്ല. രണ്ടും വംശീയ കലാപത്തിന്റെ മൂർധന്യത്തിൽ നിൽക്കുക. അവിടെ സൂക്ഷിച്ച് വർത്തമാനം പറയണ്ടേ. ശരി, ഈ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ അടക്കം താങ്കളെ അനുഗ്രഹിച്ചു എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ ശബരിമല പോലുള്ള ഒരു വലിയ വിഷയം ആളിക്കത്തിയപ്പോൾ പോലും NSS ഇത്തരം വിഷയങ്ങളെല്ലാം അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷേ വോട്ടിങ്ങിലേക്ക് വരുമ്പോൾ ആ വോട്ട് UDFിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇത്തവണയെങ്കിലും അതൊരു മാറ്റം ഉണ്ടാകുമോ? നിങ്ങളുടെ ഒരു രാഷ്ട്രീയ ചോദ്യമാണ്. അതിന് ഉത്തരം പറയുന്നതിന് പോഷത്തരമല്ലേ? ഞാൻ ഉത്തരം പറഞ്ഞു. ഞാൻ പറഞ്ഞ വളരെ വ്യക്തമാണ്. NSSന്റെ ബഹുമാനായ ജനറൽ സെക്രട്ടറി മണിച്ചേട്ടൻ എന്ന് ഞാൻ വിളിക്കുന്ന സുകുമാരൻ നായർ ഔദ്യോഗികമായി അദ്ദേഹത്തെ ചെന്ന് കണ്ട് അനുവാദം ചോദിച്ച് ഞാൻ പോവാണ്, ഞാനിങ്ങനെ BJPയോടൊപ്പം ചേരാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള ആലോചനയാണെന്ന് എല്ലാ അനുഗ്രഹവും തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ഷോളും പുതപ്പിച്ചാൽ കിട്ടും. ആ ഷോൾ ഞാൻ വിളിച്ചു തരാം. ഞാൻ ചോദിക്കുന്നത്, ഈ NSS വോട്ടുകൾ, ക്രൈസ്തവ വോട്ടുകൾ, ഇതെല്ലാം BJPയിലേക്ക് മാറാവുന്ന ഒരു രാഷ്ട്രീയ അത്രത്തോളം ഒരു അടിയൊഴുക്കിനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയോ കേരള രാഷ്ട്രീയം? വെയിറ്റ് ആൻഡ് സീ. ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? BJPയുടെ കൂടിയേ പറ്റുള്ളൂ. ഇവിടെ കോൺഗ്രസിൻ്റെ കൂടുതൽ എന്താ ഫലം? കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഒന്നാ. ഞാൻ ഒരു ഉദാഹരണം ചോദിക്കട്ടെ. ഇവിടുത്തെ ക്രിസ്ത്യാനിയെ പറ്റി ഹിന്ദുവിനെ പറ്റി പറയുമ്പോൾ പലസ്തീൻ യുദ്ധം, ഇസ്രായേലും ഹമാസുമായി. ഹമാസ് കയറി ഒക്ടോബർ 7 1300 ഇസ്രായേലിനെ വധിച്ചു. അത് അടി കിട്ടിയവൻ സഹിക്കുമോ? അവൻ തിരിച്ചു കുട തുടങ്ങി. ഇപ്പം നല്ല കുടയാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ പടരണോ? അവൻ ഇനി മേലിൽ ഹമാസ് ഉണ്ടാകരുതിനെ ആക്രമിക്കാൻ ഹമാസ് തീർക്കാൻ ഇറങ്ങിയവൻ. അതിന് ഇവിടെ കേരളത്തിലെങ്ങനെ ഇടതുപക്ഷത്തിൻ്റെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ വിളിച്ച സമരം പലസ്തീൻ ഐക്യമായിട്ട് പറഞ്ഞതിന് മേലെ ക്ഷണിക്കുക. ഇതെങ്ങനെ ഇസ്രായേൽ ഭീകരതയ്ക്കെതിരെ ജനസമൂഹം ഇവരോട് ഒന്നിച്ചാൽ ഇസ്രായേലിനെ മൈൻഡ് ചെയ്യും. ഊളന്മാർക്ക് ബോധമുണ്ട്. കോഴിക്കോട് സമ്മേളനം ഉള്ള പാവങ്ങളെല്ലാം എന്തിനാണ് മുസ്ലിം വോട്ടിന് വേണ്ടി ചെയ്യുന്നതാണ്. ഇവിടെ വല്ല ഫലമുണ്ട്, അതുകൊണ്ട് ഇസ്രായേൽ വല്ല മൈൻഡ് ചെയ്തു. ഞാനത് പിണറായിയിലെ വിവരക്കേട് കാണിക്കുക, മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടി കാണിക്കുന്ന ഒരു കുളത്തരം പോട്ടെ എന്ന് ചോദിച്ചു. നല്ല മുസ്ലിങ്ങളൊന്നും ഇങ്ങനെ കുളത്തരത്തിന് കിട്ടുകയില്ല. അപ്പം റൗഡികളായിട്ടുള്ള മുസ്ലിങ്ങളുടെ പിന്തുണയ്ക്ക് വേണ്ടിയാണ് പിണറായിയും കോൺഗ്രസ് ശ്രമിക്കുന്നത്. അവരോട് ചെയ്യാൻ പറ്റുമോ? ഇനി അവരുമായിട്ട് ബന്ധം വേണ്ടെന്ന് ഇവിടുത്തെ ക്രിസ്ത്യാനി നിശ്ചയിക്കും, ഇവിടുത്തെ മാന്യന്മാരായ ഹിന്ദുക്കളും തീരുമാനിക്കും. സംശയം വേണം. താങ്കളുടെ മണ്ഡലം കൂടിയായ പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിയാണ് തുടർച്ചയായി വിജയിച്ചു വരുന്നത്. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ആന്റോ ആന്റണി പരാജയപ്പെടും എന്നാണ് ആദ്യഘട്ടത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ജയിക്കാനുള്ള ട്രിക്ക് അദ്ദേഹത്തിന് അറിയാം. അങ്ങനെ ജയിച്ചു പോവുകയാണ്. ഇത്തവണ വീണ്ടും അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥിയാകുമെന്നാണ് കേൾക്കുന്നത്. എന്താണ് ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞു? ഒരു സ്ഥാനാർത്ഥിയാകുന്ന ആളെ പറ്റി മോശം പറയാൻ ശരിയല്ല, ഒന്നും പറയുന്നില്ല. അത് അദ്ദേഹത്തെ പറ്റി നല്ല അഭിപ്രായം എല്ലാവർക്കും. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി യോഗ്യനാണെന്ന് വരിക എൻ്റെ അഭിപ്രായം. അപ്പുറത്ത് തോമസ് ഐസക് CPM സ്ഥാനാർത്ഥിയാകുമെന്ന് കേൾക്കുന്നുണ്ട്. തോമസ് ഐസക് കൊള്ളാവുന്ന ആളാണ്. എന്നാന്ന് ചോദിച്ചാൽ ഇപ്പോൾ 4 ലക്ഷം കോടി രൂപ കടമുള്ളൂ നമുക്ക്. ആ കടം കിബിയുടെ കടം മുഴുവൻ മേടിച്ച് ഈ കേരളത്തെ കടക്കണിയിൽ മുക്കിക്കൊന്ന
ഐസക്ക് ഏറ്റവും മാന്യനായ നേതാവാണ്, എൻ്റെ അടുത്ത് നേവർ പഠിച്ചവനാണ്. പക്ഷേ കേരളത്തിലെ ജനങ്ങളെ കടത്തിൽ മുക്കിയതിന് ഉത്തരവാദിത്വം ഐസക്ക് പറഞ്ഞിട്ട് വേണം ഐസക്ക് മത്സരിക്കാൻ. അത് മസ്റ്റാണ്. ഇതിന് മുൻപ് തന്നെ ED വലയിലേക്ക് ഐസക്ക് എത്തുമോ? അത്തരം നീക്കങ്ങൾ നടക്കും? ഞാൻ അതിലേക്ക് കടക്കുന്നു. ED എൻ്റെ അപ്പനല്ല. ED അവനെന്നെ ഇത് ആർക്കറിയാം? എനിക്കറിയത്തില്ല, ഞാൻ ഇടപെടാറുമില്ല. ശരി, ഈ പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ ആരോപണത്തിൽ അങ്ങയുടെ മകനാണ് പരാതിക്കാരനായി നിൽക്കുന്നത്. അതിൽ ഇപ്പോൾ സാധാരണഗതിയിൽ ലാവ്ലിൻ കേസ് അടക്കം താങ്കൾ തന്നെ കോട്ടയത്ത് വാർത്താ സമ്മേളനം നടക്കുമ്പോൾ ഒക്കെ പറയുന്നുണ്ട്, ഇതിൽ പല അഡ്ജസ്റ്റ്മെന്റുകൾ നടക്കുന്നുണ്ട്, അത് ഞാൻ പിന്നീട് പറയാമെന്നൊക്കെ പറയുന്നുണ്ട്. ഈ വിഷയത്തിലെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാത്ത അന്വേഷണം ഉണ്ടാകുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? 100%. ഇത് കോടതിയാണ് തീരുമാനിച്ചിരിക്കുക, അല്ലാതെ വേറെ ആരും തീരുമാനമല്ല. ഇവിടെ പലരും പറയുന്നത് ഇന്നലെ ആ ഏകവാരം മടയത്താനം പറഞ്ഞു കേട്ടു. കോടതിയിലിരിക്കുന്ന കേസിന് ഈ SFI എങ്ങനെ വന്നു? SFI എന്ന് പറഞ്ഞാൽ ഈ AK സെൻറ്റർ ഈ മണ്ടൻ സംഘടനയാണെന്ന് അയാൾ വിചാരിച്ചിരിക്കുന്നു. കോടതിയിൽ എൻ്റെ മകൻ കൊടുത്ത കേസ് കോടതിയിലാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി റിപ്പോർട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എൻക്വയറി പറഞ്ഞു. ആ എൻക്വയറി ഇപ്പം എൻ്റെ മകൻ ഞാൻ അവിടെ ചോദിച്ച് മനസ്സിലാക്കിയത് അവൻ വീണ്ടും റിവ്യൂ കൊടുത്തു. SFI തന്നെ അന്വേഷിക്കണം, ഇല്ല ഇത് തെളിയല. അത് കോടതി നിരീക്ഷണം വന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞ് ഹൈക്കോടതി ചോദിച്ചു. 12-ാം തീയതിക്ക് തീരുമാനം എടുത്തോളാൻ പറഞ്ഞു. മനസ്സിലായി? 12-ാം തീയതിക്ക് തീരുമാനം എടുത്തില്ലെങ്കിൽ കോടതി വാതുറന്ന് വർത്താനം പറയുന്നത് ജഡ്ജി പറഞ്ഞിരിക്കുക. അത് പലപ്പോഴും ജഡ്ജിയില്ല കയറി. അപ്പോൾ 12-ാം തീയതി കൊടുക്കാൻ വേണ്ടി ഓർഡർ ഇട്ടു. മുഖ്യമന്ത്രി വീണ്ടും ഇന്നലെയും സഭയിൽ പറയുന്നുണ്ട് കൈകൾ ശുദ്ധമാണ്, ഇതൊന്നും ശരിയാ പറഞ്ഞിട്ട്. ഇപ്പോൾ ഞാൻ എങ്ങനെ അറിഞ്ഞെന്ന് എന്നോട് ചോദിക്കുക. മുഖ്യമന്ത്രി ഓഫീസിലും എൻ്റെ ആളുണ്ടെന്നുള്ള പ്രചരണം, വീട്ടിലും എൻ്റെ ആളുണ്ടെന്ന് പ്രചരണം എന്ന് പറഞ്ഞാൽ ഇന്നലെ മിനിങ്ങാന്നും പുള്ളി വീട്ടുകാരും ഉറങ്ങിയിട്ടില്ല. പുള്ളി ആശുപത്രിയിലാക്കേണ്ടി വരുമെന്ന് എനിക്ക് സംശയമുണ്ട്. അത് ആധികാരികമായിട്ടാണ് പറഞ്ഞത്. ഇന്നലെ ഈ കഴിഞ്ഞ രാത്രിയിൽ അതിന് മുമ്പത്തെ രാത്രിയിലും പിണറായി വിജയനും വീട്ടിൽ ഉറക്കം നടന്നിട്ടില്ല. എല്ലാം കെട്ടിപ്പിടിച്ച് കരഞ്ഞോട്ടിപ്പാണ്. ഈ പരാതിക്ക് പിന്നിൽ CPM-ൽ ഒരു വിഭാഗത്തിന്റെ കൂടി പിന്തുണയുണ്ട് എന്ന് എന്നോട് ചോദിക്കുന്നതിന് താങ്കൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഞാൻ ഈ നിമിഷം വരെ കേസ് എന്താണെന്ന് പോലും അന്വേഷിക്കാറില്ല. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഈ മറ്റേതെങ്കിലും പ്രമുഖ നേതാക്കൾ കേരളത്തിൽ BJP-യിലേക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വരും? പലരും വരും എന്ന് പറയുന്നതല്ലാതെ ഒരു പ്രമുഖ നേതാക്കൾ ആരെങ്കിലും വരാനുള്ള സാധ്യത? എന്താണ് കേരളത്തിൽ ഇനി ഇപ്പോൾ UDF-നെ തകർത്തുകൊണ്ട് ആ സ്പേസിലേക്ക് കയറുക എന്നുള്ളതാണ് NDA ആഗ്രഹിക്കുന്ന കുറേ കാലമായി. പക്ഷേ അതിന് തെറ്റാണ്. UDF-നെ തകർത്തുകൊണ്ട് ആ മേഖലയിൽ കയറാൻ ആഗ്രഹമില്ല. കാരണം UDF സ്വാഭാവികമായിട്ട് ഇടതുപക്ഷം ഒന്നിക്കാൻ പോവുക. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF UDF ഒന്നിച്ച് നിൽക്കും. BJP ഡയറക്റ്റ് ഫൈറ്റ് ഉണ്ടാകാൻ പോകും. പിന്നെ എന്നാ കോൺഗ്രസ് CPM-നെ തകർക്കണം. രാജ്യത്ത് മഴ ചൂട്ടിച്ചോറാക്കി വെച്ച് ചെറുപ്പക്കാരെ മുഴുവൻ നശിപ്പിച്ചിരിക്കുന്ന സംഘടനയല്ലേ. പക്ഷെ അവിടെയാണ് പല അഡ്ജസ്റ്റ്മെന്റുകളും പറയുന്നത്. ഈ സ്വർണ്ണക്കടത്ത് കേസിലടക്കം സ്വപ്ന സുരേഷിന്റെ മൊഴി ഉണ്ടായിട്ട് പോലും മുഖ്യമന്ത്രിയുടെ ഭാര്യയോ മകളെയോ ഒരു നോട്ടീസ് അയച്ചു പോലും ചോദ്യം ചെയ്യാൻ പോലും ഒരു കാര്യത്തിലും അങ്ങോട്ട് മുന്നോട്ട് പോയിട്ടില്ല എന്ന് പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, എന്ത് പറഞ്ഞാലും അങ്ങേര് കേരളത്തിന് മുഖ്യമന്ത്രി. അങ്ങേരല്ല ഏത് പൊട്ടൻ കേരളത്തിന് മുഖ്യമന്ത്രി ആണെങ്കിലും ആ സ്ഥാനത്തിന് പ്രത്യേക. പക്ഷെ ഹേമന്ത് സോറൻ ജാർഖണ്ഡിൽ അകത്താണ്. അതുപോലെ ദൈവം അനുഗ്രഹിച്ചാൽ താമസിയാതെ അകത്ത് നമുക്ക് കാണാം. ഈ BJP കേരളത്തിൽ ജയിക്കുന്നില്ല, എത്രയൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി പലതവണ വരാറുണ്ട്. ഇവിടെ BJP അംഗമാണല്ലോ താങ്കൾ. BJP സംഘടനാ സംവിധാനത്തിന്റെ കുറവാണോ? ഇവിടെ പ്രവർത്തകരുടെ വലിയ പിന്തുണയുള്ള ഒരു സംഘടന കൂടിയാണ്. എവിടെയാണ് അത് പറയാം? ഇവിടുത്തെ കുഴപ്പമെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ആദ്യമേ സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞത് ഒരു ഉദാഹരണം പറഞ്ഞു. നമ്മുടെ കാസർഗോഡ് കഴിഞ്ഞ് നമ്മുടെ സുരേന്ദ്രൻ കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം ജയിക്കേണ്ടത് എങ്ങനെ ലീഗ് നോട്ട് ചെയ്ത് CPM-കാരൻ. പക്ഷെ അത് ഇത്തവണയെ സംഭവിക്കാമല്ലോ. ഇത്തവണ സംഭവിക്കുക. അതാണ് വ്യത്യാസം പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞതിനകത്ത് അത് എടുത്ത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ജനങ്ങളിത് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇപ്പം കേരളത്തിന് എന്തെങ്കിലും നന്മ ഉണ്ടാകണമെങ്കിൽ BJP-യുടെ സഹായം കിട്ടണം, പ്രധാനമന്ത്രി ഔദാര്യം വേണം, ജനങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ നേതാക്കന്മാരൊക്കെ എന്ത് പറഞ്ഞാൽ അണികൾ മുഴുവൻ ഒഴുകുകയാണ്. അണികൾ കോൺഗ്രസിനെ വിട്ട് BJP-യിലേക്ക് വരും, CPM-നെ വിട്ട് BJP-യിലേക്ക് വരും. അല്ലെ ഒരു രാഷ്ട്രീയമില്ലാതെ മാറി നിന്ന് BJP-ക്ക് അനുവദിച്ച് കൂട്ടിക്കും. ആ സാഹചര്യം കേരളത്തിലുണ്ടാകുമ്പോൾ യാതൊരു തർക്കവും വേണ്ട. അതല്ലേ പറഞ്ഞ് 5 സീറ്റെങ്കിലും പാർലമെന്റിൽ ഞങ്ങൾ ജയിക്കുന്നു. വെറുതെ പറയുന്നത്. ഈ ക്രിസ്ത്യൻ വോട്ടുകളെ കുറിച്ച് വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലമായി BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അൽഫോൻസ് കണ്ണന്താനം വരുന്നു, ടോം വടക്കൻ വരുന്നു, അനിൽ ആന്റണി വരുന്നു, അങ്ങനെ പലരും വന്നു. പക്ഷെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു മാറ്റം ക്രൈസ്തവർക്കിടയിൽ അങ്ങനെ കാണുന്നില്ല. PC ജോർജ് വന്നു കഴിഞ്ഞാൽ
അതുണ്ടാകുമോ? എന്താണ് താങ്കൾ എന്തുകൊണ്ടാണ്? വടക്കൻ ടോം വടക്കൻ എന്ന് പറയുമ്പം തൃശ്ശൂർകാരനെ മറ്റാണ്, കേരളമായിട്ട് വലിയ ബന്ധങ്ങളില്ല പാവത്തിന്. പിന്നെയുള്ള നമ്മുടെ കണ്ണന്താനമുണ്ട്. കണ്ണന്താനം കൊള്ളാമായിരുന്നു. പണ്ട് പറ്റി കുഴപ്പം മന്ത്രിയായപ്പം ചാടി മന്ത്രിയാകാൻ പറ്റിപ്പോയി. പിന്നെ ബന്ധമില്ല, കേരളത്തിലോട്ട് വന്നില്ല. അത് വലിയ നഷ്ടമായി പോയി. അയാൾ ഒരു നല്ല അഡ്മിനിസ്ട്രേറ്ററാണ് കേട്ടോ. ഈ കോട്ടയത്തിൽ നിന്നൊരു ഏറ്റവും നല്ല കളക്ടർ അൽഫോൻസ് കണ്ണന്താനം, ആരും നിശ്ചയിക്കാൻ പറ്റില്ല. അനിൽ ആന്റണിക്കും കേരളമായിട്ട് ബന്ധമില്ല. പക്ഷേ ദേശീയ നേതൃത്വമായിട്ട് BJPയിൽ ഏറ്റവും സ്വാധീനമുള്ള ക്രിസ്ത്യൻ ഒരു നേതാവെന്ന് പറയുന്ന അനിൽ ആന്റണി തന്നെയാണ്. അങ്ങനെ വളരെ മിടുമിടുക്കനായ ചെറുപ്പക്കാരൻ. BJPയിലേക്ക് എത്തിയ പല നേതാക്കളും BJPയുടെ ദേശീയ നേതാക്കളായിട്ടാണ് പലപ്പോഴും എത്തുന്നത്. PC ജോർജ് ഏത് തലത്തിലായിരിക്കും പ്രവർത്തിക്കുക? ഞാൻ ഈ പേട്ടയിൽ കൂടെ പൂഞ്ഞാരി കൂടെ നടക്കാൻ തോന്നിച്ചെങ്കിൽ അതെനിക്ക് വലിയ പ്രത്യേക ഉദ്ദേശമൊന്നുമില്ല. കേരളത്തിലാകെ നിൽക്കുക എന്നൊരു തീരുമാനമില്ല. അതൊന്നും പറയാൻ പറ്റിയത് ഇതുവരെ അങ്ങനെ ഒരു തീരുമാനം ആയിട്ടില്ല. ഇല്ല, അങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ല. പദവി എന്തെന്നുള്ള കാര്യം തീരുമാനമായിട്ടില്ല. ഞാൻ ചർച്ചയ്ക്കില്ലെന്ന് പറഞ്ഞില്ലേ അവനോട്. നോ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ചർച്ച തുടങ്ങി. അവൻ അന്തിച്ചു പോയി. ഞാനായിട്ട് ചർച്ചയ്ക്ക് വന്നപ്പോൾ എൻ്റെ ഡിമാൻഡ് കൊണ്ടായിരിക്കുന്നത് എല്ലാവരും വിചാരിക്കും. ഞാൻ ആദ്യം പറയാം നോ ഡിമാൻഡ്. എന്തായാലും പത്തനംതിട്ടയിൽ PC തന്നെ മത്സരിക്കും എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അതിനോട് അവസാനമായിട്ട് എന്താണ് പ്രതികരിക്കാനുള്ളത്? എന്നോട് പാർട്ടിയിൽ നിന്ന് അവിടെ നിൽക്കാൻ പറയാൻ നിൽക്കും, നിന്നാ ജയിക്കും. അതെന്താ സംശയം? സാമാന്യ മര്യാദയുള്ള ജനങ്ങൾ എനിക്ക് വോട്ട് ചെയ്യാതിരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്നെപ്പോലെ ഒരു പൊതുപ്രവർത്തകനെ ഈ കേരളത്തിന് വേണ്ടി സംസാരിക്കാൻ പാർലമെൻറ്റ് വിടണമെന്ന് ആഗ്രഹിക്കാത്ത ആരും കാണുകയില്ല. സ്വാഭാവികം. എന്തായാലും അതാണ് PC ജോർജ് നിലപാട് വ്യക്തമാക്കുന്നത്. BJPയിൽ പുതിയ രാഷ്ട്രീയ പരീക്ഷണം കൂടി നടത്തുകയാണ് PC ജോർജ്. എല്ലാ ആശംസകളും. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.